വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചതുവഴി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക് നിലവാരം ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 220 പ്രവൃത്തി ദിനങ്ങൾ അല്ലെങ്കിൽ 1100 മണിക്കൂർ ബോധന സമയമാക്കിയത് നിലവിലെ KER ചട്ടത്തിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്. സ്കൂൾ സമയമാറ്റം വിവാദത്തിൽ ഗൂഢാലോചന സംശയിക്കുന്നതായും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു മന്ത്രി. എഡ്യൂക്കേഷണൽ ഓഫീസർക്കും അതിൽ കൂടുതലുള്ള കുറവ് ഡയറക്ടർക്കും ഇളവ് ചെയ്യാവുന്നതാണെന്നും വ്യവസ്ഥ ചെയ്യുന്നു. പ്രത്യേക സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കേരള വിദ്യാഭ്യാസ ചട്ടത്തിലെ അധ്യായം 7 ചട്ടം 5 പ്രകാരം എല്ലാ അധ്യയന വർഷങ്ങളിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലണ്ടർ പ്രസിദ്ധീകരിക്കാൻ നിഷ്കർഷിക്കുന്നു. പ്രവൃത്തി ദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 നിയമങ്ങളാണ് ബാധകം. ഇത് മാറ്റണമെങ്കിൽ ഈ നിയമം തന്നെ മാറ്റണം, എന്നാൽ മാത്രമേ മാറ്റാൻ വേണ്ടി പറ്റൂ. കോടതിയിലെ ഉത്തരവ് മാത്രം മാറ്റിയാൽ പോരാ, നിയമം തന്നെ മാറ്റിയിട്ടായിരിക്കും. LP UP വിഭാഗങ്ങൾക്ക് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, അതാണ് ഭാഗം RTE ആക്ട്. 9-10 ക്ലാസുകൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ഇപ്രകാരമാണ്.